ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഡം കോപ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. ആഡം കോപ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഇത് ആരാണെന്ന് നിങ്ങൾ ചോദിക്കും. നമ്മുടെ ആഡം കോപ്ലാൻഡ് എഡ്ജ് AW പോയി പേര് മാറ്റി. എന്തായാലും പുള്ളിക്ക് ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ്. 50-ാം വയസ്സിൽ വേണ്ടാത്ത പണിക്ക് പോയതുകൊണ്ടാണ് ഈ ഒരു ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം റെസ്ലിംഗ് ആണ്, പലതും ചെയ്യണമെങ്കിൽ പോലും അദ്ദേഹം റിട്ടയർ ചെയ്യേണ്ട പ്രായം കഴിഞ്ഞു, 50 വയസ്സായി. സോ ആ ഒരു സമയത്ത് അദ്ദേഹം ചെയ്ത ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി സംഭവിച്ചത്. AWയുടെ ഒരു ഷോ ഉണ്ടായിരുന്നു. ആ ഒരു ഷോയിൽ ഒരു സ്റ്റീൽ കേജ് മാച്ച് ഉണ്ടായിരുന്നു. ആ ഒരു മാച്ചിൽ അദ്ദേഹം സ്റ്റീൽ കേജ്, അതായത് ഈ ഒരു 50-ാമത്തെ വയസ്സ് ആ ഒരു സ്റ്റീൽ കേജിൻ്റെ മണ്ടയ്ക്ക് വന്നിട്ട് ചാടി കാല് ഒടിഞ്ഞെന്ന് തന്നെ പറയാം. ഒടിഞ്ഞല്ല, കാലിലെന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ആ ഒരു വീണ സമയത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അദ്ദേഹത്തിന് കാലിന് എന്തൊക്കെയോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അത് ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടാണ് അദ്ദേഹം ലാൻഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാലും ഫസ്റ്റ് സോഷ്യൽ മീഡിയ നമുക്ക് അതറിഞ്ഞു മിക്കവാറും ഇഞ്ചുറി ആയിരിക്കുമെന്ന് എഡ്ജിന്. പിന്നെ അദ്ദേഹം തന്നെ അതിന് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞു അദ്ദേഹത്തിന് ലെഗിന് ഇഞ്ചുറി ആണ് എന്നുള്ള കാര്യം. എന്തായാലും എനിക്കറിയില്ല എന്തിനാണ് ഈ ഒരു വയസ്സിൽ ഇത്ര വലിയ സ്റ്റീൽ കേജ്, അതായത് ഇത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നമുക്കറിയാം റെസ്ലിംഗ് ആണ്, നമുക്ക് കുറച്ച് റിസ്ക് എടുക്കണം. ഈ ഒരു സ്റ്റീൽ കേജിൻ്റെ മണ്ടയ്ക്കൊന്നും എടുത്ത് ചാടുക എന്ന് പറയുന്നത് അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. സോ അത് ചെയ്യാതിരിക്കുന്നതായിരുന്നല്ലോ ഈ ഒരു ഏജ്. കാരണം അദ്ദേഹത്തിന് എല്ലാം കിട്ടി, എഡ്ജ് എല്ലാം കിട്ടിയ ഒരു സൂപ്പർ സ്റ്റാർ. അതിന് പൈസ ഉണ്ട്, ഫെയിമുണ്ട്, ഇനി എന്താണ് ഇത് ഒന്നും വേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഓൾറെഡി പ്രൂവണാണ്. ബട്ട് ഈ ഒരു പ്രായത്തിൽ AW പോലൊരു ഷോയ്ക്കകത്ത് കയറി ഇങ്ങനെ ചെയ്തത് എനിക്ക് അത്ര അക്സെപ്റ്റബിൾ അല്ല. സോ അത് ഇതിൻ്റെ പ്രായം നോക്കി അദ്ദേഹം ചെയ്യണം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഡൊമിനിക് മിസ്റ്റീരിയും ലിവ് മോർഗനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മളെല്ലാവരും കണ്ടൊരു കാര്യമാണ്. ഇന്ന് എന്താണ് സ്മാക്ക് ഡൗൺ അല്ല റോ എപ്പിസോഡിൽ നടന്നിരുന്നു. എന്തായാലും ആ ഒരു സംഭവം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം വൈറലാവുന്നത് 3-4 ദിവസത്തെ ചർച്ചാ വിഷയം ഇത് തന്നെയായിരിക്കും. എന്തായാലും ആ ഒരു ഒറ്റ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നേടിയിരിക്കുന്നത് എത്ര മില്യൺ വ്യൂസാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏതാണ്ട് 12.2 മില്യൺ വ്യൂസാണ് 8 മണിക്കൂർ കൊണ്ട് നേടിയിരിക്കുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം WWEയുടെ ഒഫീഷ്യൽ അക്കൗണ്ട് വഴി മാത്രം നേടിയിരിക്കുന്നത് 12.2 മില്യൺ വ്യൂസാണ്. സോ അത് റെക്കോർഡ് വ്യൂസാണ് ഏതാണ്ട് വെറും 8 മണിക്കൂർ കൊണ്ട്. എനിക്ക് തോന്നുന്നു പുതിയ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റോറി ലൈൻ ആയിരിക്കും വരാൻ പോകുന്നതെന്ന്. എന്തായാലും ഞാൻ വെയിറ്റിംഗ് ആണ് ഇവരുടെ സ്റ്റോറി ലൈൻ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡൊമിനിക് മിസ്റ്റീരിയോ നമ്മൾ വന്നപ്പോൾ അദ്ദേഹം ഇത്രയൊക്കെ ലെവലിൽ പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കാരണം ആ ഒരു തുടക്കത്തിലെ ഡൊമിനിക് മിസ്റ്റീരിയോ ഇപ്പോഴത്തെ ഡൊമിനിക് മിസ്റ്റീരിയോ തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത് നമുക്ക് വിചാരിക്കാൻ പോലും പറ്റാത്തതാണ്. സോ വെൽ ഡിസേർവിങ്. അദ്ദേഹം കഷ്ടപ്പെട്ട് തന്നെയാണ്. കാരണം നമുക്കറിയാം അദ്ദേഹം കുറേ ലൈവ് ഇവൻറ്റ്സ്, ഇങ്ങനെയുള്ള സ്റ്റോറി ലൈൻസ് എല്ലാത്തിലും അദ്ദേഹം മികച്ച രീതി, അദ്ദേഹം പറ്റാവുന്ന മികച്ച രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഡൊമിനിക് മിസ്റ്റീരിയോ ഒരു ഡിസേർവിങ് വേ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ഈ ഒരു സ്റ്റോറി ലൈൻ ലിവ് മോർഗൻ ഡൊമിനിക് മിസ്റ്റീരിയോ ഇത് എങ്ങനെയാകും എന്ന് ഞാൻ വളരെ ആകാംക്ഷയോടാണ് കാത്തിരിക്കുന്നത്. എന്തായാലും WWE ഏറ്റവും മികച്ചൊരു സ്റ്റോറി ലൈനായി മാറട്ടെ. അതിനുള്ള സംഭവങ്ങളുണ്ട്, നല്ല രീതിയിൽ വർക്ക് ചെയ്ത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബെക്കി ലിഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. നമുക്കറിയാൻ സാധിക്കുന്നത് അടുത്ത വരുന്ന ഷോസിലേക്കൊന്നും ബെക്കി ലിഞ്ച് ബുക്ക്ഡ് അല്ലെന്നാണ്. അവരുടെ മാച്ചോ അവരുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളോ ഒന്നും ഇല്ലെന്നാണ്. കാരണം അവരുടെ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഒരു കോൺട്രാക്റ്റ് അവസാനിക്കാറായെന്നാണ് തോന്നുന്നത്. എന്തായാലും പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് ഇനിയും ബെക്കി ലിഞ്ച് WWEക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ ഷോയിലേക്ക് അവരുടെ കൂടുതൽ മാച്ചസ് ഒക്കെ വരികയുള്ളതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഡ്രൂ മക്കിൻ്റെയും അതുപോലെ തന്നെ ഡാമിൻ പ്രീസ്റ്റും തമ്മിലുള്ള മാച്ച് ക്ലാഷ് അറ്റ് ദി കാസിൽ നടക്കാൻ പോവുകയാണ് ജൂൺ 15-ാം തീയതി. എന്തായാലും ഈ ഒരു മാച്ച് ആര് വിജയിക്കും എന്നുള്ള കാര്യം ഇപ്പോഴേ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വേണമെങ്കിൽ നമുക്ക് ലീക്കായെന്ന് തന്നെ പറയാം. കാരണം മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ജൂൺ 28-ാം തീയതി ഒരു സ്മാക്ക് ഡൗൺ നടക്കുന്നുണ്ട്. ആ ഒരു സ്മാക്ക് ഡൗൺ എന്നൊരു മാച്ചുണ്ട്. ആ ഒരു മാച്ച് എന്ന് പറയുന്നത് ഡാമിൻ പ്രീസ്റ്റും അതുപോലെ ജെയ്യൂസും തമ്മിലുള്ള മാച്ചാണ്. അത് വേൾഡ് ഹെവി ചാമ്പ്യൻഷിപ്പിനുമായിട്ടുള്ള മാച്ചാണ്. നമുക്കറിയാം ഇവർ രണ്ടുപേരും റോയൽ സൂപ്പർ സ്റ്റാറാണ്. പക്ഷേ സ്മാക്ക് ഡൗണിലാണ് ഇവർ മാച്ച് ചെയ്യാൻ പോകുന്നത്. അതായത് എനിക്കൊന്ന് ഓഫ് എയറിലായിരിക്കും ഈ ഒരു മാച്ച്. അതായത് സ്മാക്ക് ഡൗൺ കഴിഞ്ഞ് അതിൻ്റെ ഓഫ് എയർ അവിടുത്തെ കാണികൾക്ക് വേണ്ടി മാത്രം നടന്നൊരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ ഒരു മാച്ച് ആ ഒരു സ്മാക്ക് ഡൗണിലേക്ക് ഫിക്സ് ആയിട്ടുണ്ട്. അത് വേൾഡ് ഹെവി ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ഡാമിൻ പ്രീസ്റ്റും അതുപോലെ ജെയ്യൂസും തമ്മിൽ. സോ ജൂൺ 15-ാം തീയതി ഡാമിൻ പ്രീസ്റ്റും അതുപോലെ തന്നെ ഡ്രൂ മക്കിൻ്റെയും തമ്മിലുള്ള മാച്ച് നടക്കുന്നു. സോ ജൂൺ 28-ാം തീയതി നടന്നൊരു മാച്ച് MSG മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ നടക്കാൻ പോകുന്നൊരു മാച്ചിൽ ഓൾറെഡി ഡാമിൻ പ്രീസ്റ്റ് വേൾഡ് ഹെവി ചാമ്പ്യൻ ആണെന്നാണ് കാണിക്കുന്നത്. അദ്ദേഹം ജെയ്യൂസിനെ നേരിടുന്നു. സോ ഓൾറെഡി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഡാമിൻ പ്രീസ്റ്റ് തന്നെയായിരിക്കും ആ ഒരു മാച്ചിൽ വിജയിക്കാൻ പോകുന്നതെന്ന്. പിന്നെ കാർഡ്സ് ചേഞ്ച് ആകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഡ്രൂ മക്കിൻ്റെയും തോക്കാൻ നല്ല രീതിയിലുള്ള സാധ്യതകളുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം CM Punk ഒരുപക്ഷെ വന്ന് ഇൻട്രപ്റ്റ് ചെയ്ത് ആ ഒരു മാച്ച് തോക്കാം. കാരണം ഡ്രൂ മക്കിൻ്റെയും CM Punk തമ്മിൽ ഒരു ഫ്യൂഡ് പോകുന്നുണ്ട്. സോ ആ ഒരു മാച്ച് അങ്ങനെ അതിന് ലോസ് ആകും. സോ മിക്കവാറും അദ്ദേഹം പരാജയപ്പെടാനാണ് സാധ്യത. ഡാമിൻ പ്രീസ്റ്റിനെ ഇത്ര പെട്ടെന്ന് തോൽപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ട്രിപ്പിൾ എച്ചിൻ്റെ ആ ഒരു വേ അങ്ങനെയാണ്. അദ്ദേഹം ചാമ്പ്യന്മാരൊന്നും പെട്ടെന്ന് തോൽപ്പിക്കാറില്ല, അത് വളരെ കുറവാണ്. സോ എനിക്ക് തോന്നുന്നു ഇനി ഒരു 2 വർഷം ഗോൾഡ് റോഡ് ചാമ്പ്യനായിട്ടിരിക്കുന്ന കാരണം ഒരു 5-6 മാസം കുറേ ഒരു 5-6 മാസമെങ്കിലും ഡാമിൻ പ്രീസ്റ്റ് ചാമ്പ്യനായിട്ടിരിക്കുന്ന കാരണം എന്തായാലും ഗോൾഡ് റോഡ് ഇപ്പോൾ കുറഞ്ഞ 2 വർഷം അല്ലെങ്കിൽ 1 വർഷം 1.5 വർഷമൊക്കെ പോയിരിക്കും. സോ ഇത് കണ്ടുകൊണ്ടിരിക്കാനാണ് മടുപ്പ്. നമ്മൾ വിൻസ് മിക്മാനാണെങ്കിൽ കൂടിയ ഒരു 2 മാസം, ഏറ്റവും കൂടിയതൊരു 4-5 മാസമൊക്കെ പോകും. അത് കൂടുതലൊന്നും ആരും ചാമ്പ്യനാക്കി നിർത്തും. പക്ഷേ ഇത് ഭയങ്കര ബോറിംഗ് ആണ്. ഒരാൾ തന്നെ ഇങ്ങനെ ചാമ്പ്യനായിക്കൊണ്ടിരിക്കുന്നു.